അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഇതിനപ്പുറം സ്പർശിക്കുന്ന ആൾക്കാരുണ്ടോ? നടന്മാരോ അങ്ങനെയുള്ള ആൾക്കാരോ ഉണ്ടോ? സംഭവം അങ്ങോട്ടാ വന്നെ. ചിലപ്പോഴൊക്കെ കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. ഞാൻ വെറും ഒരു ഡ്രൈവർ ആയി പോയില്ലേ. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞത് മനസ്സിലാക്കണം. മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല, ഞാനതിന് കോമഡി ആക്കുള്ളൂ. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി ഒരുപാട്. എന്തുവാ അന്വേഷിക്കുന്നതെന്നൊക്കെ ചോദിക്കാം. എന്ത് പരിപാടി എന്താന്നൊക്കെ ചോദിച്ചാൽ അത് കോമഡിയാ. നമ്മളെ മോള് വിചാരിച്ച പോലെയൊന്നല്ലോ. നമ്മുടെ മോളോ? അല്ല, നിങ്ങളെ മോള് തന്നെ. അവള് ഞാൻ വിചാരിച്ച പോലെ. ഒരു തമിഴ് നടൻ. എന്താ ഉറക്കം വരുന്നു. അയാൾ ഒരു ഡയലോഗിന്റെ ഇടയ്ക്ക് എന്നെ പിന്നെ വളരെ മോശമായിട്ട് സ്പർശിച്ചു. എന്റെ വീട്ടിന്റെ അടുത്തല്ല സാർ, അത് ഹാൻഡ് മൂവ്മെന്റ്സ് ഒഴിവാക്കി നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. ഹാൻഡ് മൂവ്മെന്റ്സ് പറഞ്ഞാൽ ഇയാൾ എന്നെ കയറി പിടിച്ചതാ. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പരാതിപ്പെട്ടിട്ടില്ല. പരാതിപ്പെട്ടു എന്തിന്? മൊട്ടുസൂചി ഒന്നും കൈവച്ചിട്ടില്ല. പാവം. ദേഹത്ത് സ്പർശിക്കുന്നതിനെ കോമഡി ആയിട്ടാ കാണാം. ഞാൻ കോമഡി ആയിട്ടാ കാണുന്നത്. ഇവളുടെ അഡ്രസ് തപ്പിപ്പിടിച്ച് വീട്ടിലേക്ക് പോകാം. ഇത് അവർക്ക് തലയ്ക്ക് സുഖമില്ലാത്തിന് നമ്മൾ എന്തെടുക്കാൻ? അങ്ങനെ പറയരുത്. എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ല. നായകന്മാരാണോ അതോ സഹതാരങ്ങളാണോ? ആരായാലും ആ കിഴങ്ങനാ? അതെ, അത് ഞാനാണ്, ഞാൻ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ഒന്നോ രണ്ടോ പേരാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനെ ഞാൻ ഇങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. എടാ, നീ ഇങ്ങനെ ചൂഴ്ന്നു നോക്കിയാ പെണ്ണിവിടെ കിടന്ന് പ്രസവിക്കരുതിട്ടാ. എനിക്കൊരല്പം ധൃതിയുണ്ട്. ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും. വരട്ടെ.